ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളങ്ങനെ രണ്ടാമത്തെ പടം ഇന്ന് ഇറങ്ങിയത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഞാൻ ശ്രീനിവാസൻ 2.0 അഭിനയിക്കുന്ന പടമാണ് ഗൈസ്. ഡയറക്റ്റഡ് ബൈ രാഹുൽ ജി ആൻഡ് ഇന്ദ്രനീൽ ജി കെ. റൈറ്റ് ചെയ്തേക്കുന്നതും അവർ തന്നെയാണ്. പടത്തിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിലുള്ള അമീൽ നിഹാൽ, അങ്ങനെ അവരുടെ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോട്ടയം നസീറൊക്കെ ഉണ്ട്. അങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു പടമാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഗൈസ്, അതായത് ഇതുവരെ കണ്ടിരുന്ന ധ്യാൻ ശ്രീനിവാസനെ അല്ല ഗൈസ് നിങ്ങൾ ഈ പടത്തിൽ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടത്. കാരണം പുള്ളി ഇതുവരെ ചെയ്തു വെച്ച പടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് മച്ച് ബെറ്റർ ആണ് ഗൈസ്, മച്ച് ബെറ്റർ. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഒരു ടെയിലൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും പടം മൊത്തത്തിലിരുന്ന് കണ്ടു കഴിഞ്ഞിട്ട് ടെയിലൻറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് വെക്കാൻ പറ്റിയതാണ്. ഈ യൂണിവേഴ്സിലോട്ട് കൊണ്ടുപോകാൻ ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ വേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഒരു സ്റ്റാൻഡ് അലോണായിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി നൈസ് മൂവിയാണ്. കാരണം അവിടെ മൊത്തത്തിൽ രസമുണ്ട് കേസ്. അതായത് ഇതിനകത്ത് വരുന്ന ഒരു സീരിയൽ കില്ലർ ആണെങ്കിലും, സീരിയൽ കില്ലർ ഇവർ പറഞ്ഞിട്ടുള്ള ആളിനെ കാണുമ്പോഴുള്ള ഒരു ഭീകരത, അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ പറഞ്ഞ്, ബട്ട് ആക്ച്വലി അത്രയ്ക്ക് വലിയ ഒരു കാണുമ്പോൾ ഉള്ള ഒരു പേടിയും ഒക്കെ തോന്നിക്കുന്ന രീതിക്കുള്ള ഒരാളല്ല. എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. ആ ഒരു ഭീകരത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ബട്ട് ആക്ച്വലി എന്താ പറയുക, പുള്ളിക്ക് കിട്ടിയ റോളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും നല്ല ഡീസൻ്റ് ആയിട്ട്. പക്ഷേ വേറൊരു സംഭവം, ഞാനിത് ആളാരാ എന്താ ഏതാന്നുള്ളത് ഞാൻ ഒരു സീൻ കഴിഞ്ഞപ്പോൾ ഞാൻ സ്പോട്ട് ചെയ്തായിരുന്നു. അതായത് ഇതിനകത്ത് സൈക്കോ കില്ലർ ആരാ എന്താ ഏതാന്നുള്ളത് സീരിയസ്ലി കേസ് ഞാനത് കള്ളം പറയുമല്ല. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ശ്രദ്ധിക്കപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഞാനത് പടം ഫസ്റ്റ് ഹാഫ് ഒരു സീൻ കഴിഞ്ഞ് കുറച്ചധികം വരുമ്പോഴും ക്യാമറ ചെറുതായിട്ടൊന്ന് ഫോക്കസ് മാറിപ്പോകുന്നുണ്ട്. അത് മനഃപൂർവ്വമാണോ അതോ അറിയാതെ പറ്റിയതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ ആ ഒരു സ്പോട്ടിൽ ഞാൻ ഈ ആളായിരിക്കും എന്ന് ഞാൻ പേഴ്സണലി ഞാനത് ഉറപ്പിച്ചിരുന്നു. ഫൈനൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ഇന്ന ആളായിരിക്കും കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പടം കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഞാൻ ശ്രീനിവാസൻ ഇതേപോലെ കുറച്ച് നല്ല നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുത്ത് നല്ല നല്ല പടങ്ങൾ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇടുമായിരിക്കും. ഈ പടം എന്തായാലും പുള്ളിക്ക് നല്ലൊരു അതായത് ഇതുവരെ പോയ ലോ പ്രൊഫൈല് ഇച്ചിരി ഒരു സ്റ്റാൻഡ് കൊടുക്കുന്ന പടമായിരിക്കും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അമീനും ടീംസും ഒക്കെ അവർക്ക് കിട്ടിയ റോളും കാര്യങ്ങളൊക്കെ അവർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തൊട്ട് ഫുള്ളായിട്ട് അവർ ഇവരുടെ കൂടെ തന്നെ പോകുന്ന കാരണം അവർക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട് മൂവിക്കകത്ത്. മിന്നൽ മുരളിയായിട്ട് കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഇല്ലയോ അതൊക്കെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഇത് ഒരു യൂണിവേഴ്സ് ആക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. സോ യെസ് കേസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.